ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമാകാനായിട്ട് സാധ്യതയുള്ള ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ്. ഇത് നിങ്ങൾ കേട്ടിട്ട് ഈ ഓരോ ടിപ്സും ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സാധാരണ നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുമ്പോൾ നമുക്ക് ഓരോ സ്റ്റേജുകളുണ്ട്. അതായത് ആദ്യം തന്നെ നമുക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സ് വിറ്റാമിൻ്റെ സപ്ലിമെൻറ്റ്സ് തരും, ചില ഡോക്ടേഴ്സ് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് മെഡിസിൻസ് തരും, ഇഞ്ചെക്ഷൻസ് തരും, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ട്യൂബ് ടെസ്റ്റ് ചെയ്ത് നോക്കും, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഡോക്ടേഴ്സ് ലാപ്രോസ്കോപ്പി റെക്കമെൻഡ് ചെയ്യും, ചില ഡോക്ടേഴ്സ് നമുക്ക് ട്യൂബ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം IUI ചെയ്യാനായിട്ട് പറയും, ചില ഡോക്ടേഴ്സ് നമുക്ക് IVF ചെയ്യാനായിട്ട് പറയും. IVF അല്ലെങ്കിൽ ICSI എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് ഇതിൻ്റെ ഏറ്റവും ഫൈനലായിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഈ ഒരു കുട്ടിക്ക് ഡോക്ടർ IVF റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. IVFലും സക്സസ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്ങനെയോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് നാച്ചുറലി പ്രഗ്നൻ്റ് ആകാനായിട്ട് ഈ കുട്ടിക്ക് സാധിച്ചു. ഒരുപാട് സന്തോഷവും അതിലധികം എനിക്ക് അഭിമാനവും തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കമൻറ്റ് വായിച്ചപ്പോഴേക്കും. കാരണം ഓരോ സ്ത്രീയുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് അമ്മയാകാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അവരുടെ ഡോക്ടേഴ്സിനെ കൊടുത്ത ആ ഒരു സപ്പോർട്ടിനേക്കാളും കുറച്ചും കൂടി ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് അവരെ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഉണ്ടായിരുന്നു. ആർക്കും ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു അഡ്വൈസ് അല്ല കൊടുത്തത്. വീഡിയോസ് അപ്ലോഡ് ചെയ്തു, ആ കുട്ടി കണ്ടു, അത് ഫോളോ ചെയ്തു, പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഫോളോ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതെല്ലാം നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കേട്ട് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി മസാജ് ചെയ്യാനായിട്ട് തുടങ്ങി. ഫെർട്ടിലിറ്റി മസാജ് നമ്മുടെ ചാനലിൽ ഒരുപാട് പേർക്ക് സക്സസ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഫെർട്ടിലിറ്റി മസാജിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിലാണ് നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് യൂട്രസിലോട്ട് ഫലോപ്പിയൻ ട്യൂബിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്റ്റിമുലേഷൻ നടത്തേണ്ടത് നമ്മുടെ ലോവർ അബ്ഡമൻ്റെ ആ ഒരു പോർഷനിലാണ്. ഫെർട്ടിലിറ്റി മസാജിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട്, അതായത് ആവണക്കെണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഹോട്ട് ബാഗ് വെച്ചിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ കാസ്റ്റർ ഓയിലിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇറങ്ങും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ചെറിയൊരു ഹീറ്റ് ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് ഒരുപാട് പറഞ്ഞത് മുഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നിങ്ങൾ നിജോസ് വേൾഡ് കാസ്റ്റർ ഓയിൽ പാക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. എന്നിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ ആ ലിങ്ക് ആഡ് ചെയ്ത് തരാം കേട്ടോ. ഇതാണ് ഏറ്റവും ആദ്യം ചെയ്ത കാര്യം. ഫെർട്ടിലിറ്റി മസാജ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എപ്പോഴാണ് നമ്മളുടെ പീരിയഡ്സ് തീരുന്ന ദിവസം, ആ ദിവസം മുതൽ ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെയാണ് നിങ്ങൾ കാസ്റ്റർ ഓയിൽ മസാജ് ചെയ്യേണ്ടത്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. രണ്ടാമതായിട്ട് ഈ കുട്ടി ഫോളോ ചെയ്തത് 1 hour വാക്കിംഗ് ചെയ്യുക എന്നതാണ്. ബാക്കിയുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ടൊക്കെ മടിയുള്ളവർക്കോ താല്പര്യമില്ലാത്തവർക്കോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നല്ലതുപോലെ മൈൻഡ് റിലാക്സ്ഡ് ആക്കിയിട്ട് മോർണിംഗ് ടൈമിലോ ഈവനിങ് ടൈമിലോ നമുക്ക് പറ്റുന്നൊരു ടൈം സെലക്ട് ചെയ്തിട്ട് വാക്കിംഗ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെനിഫിറ്റ് നമുക്കുണ്ടാക്കും. വാക്കിംഗ് നമ്മൾ ചെയ്യുമ്പോഴേക്കും കൈ നല്ലതുപോലെ വീശി ശരീരം നല്ലതുപോലെ അനങ്ങുന്ന രീതിക്ക് വാക്കിംഗ് ചെയ്യുന്നത് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തോട്ടും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ ഓരോ പ്രവർത്തനങ്ങളും ശരീരത്തിന് ഭയങ്കര എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാനായിട്ട് അത് സപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് വേറെ ഏത് തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾക്ക് വാക്കിംഗ് ചെയ്യാവുന്നതാണ് കേട്ടോ. മൂന്നാമതായിട്ട് ഈ കുട്ടി പറഞ്ഞത് ഫുഡ് കൺട്രോൾ ചെയ്തു. ഷുഗറിൻ്റെ ഉപയോഗം നല്ലപോലെ കുറച്ചു. അതായത് വൈറ്റ് ഷുഗറിൻ്റെ ഉപയോഗം, നമ്മൾ പറയുന്ന പഞ്ചാരയുടെ ഉപയോഗം നല്ലതുപോലെ കുറച്ചു. അതുപോലെ പാക്കറ്റിൽ വരുന്ന എല്ലാ ഫുഡും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. സ്പെഷ്യലി നമ്മൾ എണ്ണയിലിട്ട് നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന പലഹാരങ്ങളില്ലേ, ഇപ്പോൾ കപ്പ വറുത്തതാണെങ്കിലും അല്ലെങ്കിൽ ചിപ്സ് ആണെങ്കിലും ചക്ക വറുത്തത്, ഇതെല്ലാം നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഓയിലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. മൈദയുടെ ഫുഡെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. രാത്രി ഒരു നേരം ചപ്പാത്തി കഴിക്കാനായിട്ട് നിന്നു. അങ്ങനെയൊക്കെ ചെയ്തപ്പോഴേക്കും വെയിറ്റ് ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അങ്ങനെ ഫുഡിൽ കൂടുതലായിട്ടും കൺട്രോൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് ഫോളോ ചെയ്തത് കറുവപ്പട്ട വെള്ളവും ഗ്രാമ്പൂ വെള്ളവുമാണ്. നമ്മുടെ ചാനലിൽ ഇത് ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. എന്നാൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് രണ്ടും ഫോളോ ചെയ്യുന്നത് കൊണ്ടും പ്രശ്നമില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ടൈം ഗ്യാപ്പ് ഒരുപാട് നീട്ടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഫോളോ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. കറുവപ്പട്ടയും അതുപോലെ ഗ്രാമ്പൂവും സുഗന്ധ വ്യഞ്ജനങ്ങളാണ്. ഇതിലൊരുപാട് ബെനിഫിറ്റ് ഉണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ ഓരോ ബെനിഫിറ്റ് തരുന്ന തരത്തിലുള്ളവയാണ്. നമ്മൾ ഈ കറുവപ്പട്ടയാണെങ്കിലും ഒരു അത്യാവശ്യം വലിയൊരു സൈസ് കറുവപ്പട്ട നമ്മളൊന്ന്
ഒന്ന് പയ്യെ ഒന്ന് ഇടിച്ചിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ഒക്കെ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ച് ആ വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഓരോരുത്തർ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് ആ ഒരു കാര്യം സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിലാണെങ്കിലും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കറുവപ്പട്ട വെള്ളം സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഗ്രാമ്പു വെള്ളമാണ്. ഗ്രാമ്പു വെള്ളത്തിനെ പറ്റിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും അതിനെപ്പറ്റി സംസാരിച്ചതാണ്. 3-4 ഗ്രാമ്പൂ എടുത്തിട്ട് അത് നല്ലതുപോലെ കുതിർത്തിയതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത്, വെറും വയറ്റിൽ കുടിക്കുന്നത് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഇംപ്രൂവ് ചെയ്യുന്നു. അണ്ടം വളരുക മാത്രമല്ല, അത് അത്രത്തോളം ക്വാളിറ്റിയോടുകൂടി വളരാൻ വേണ്ടിയിട്ടും ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇപ്പോൾ ഈ കുട്ടി വേറൊരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നവരാണെങ്കിലും നാച്ചുറലി ഉള്ള ഈ ഹോം റെമഡീസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നവും ഇല്ല കേട്ടോ. ഗ്രാമ്പൂ വെള്ളം നിങ്ങൾ കുടിക്കുന്നത് വെറും വയറ്റിലാണെങ്കിൽ കറുവപ്പട്ട വെള്ളം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറേ അധികം നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈവനിങ് ടൈമിലാണെങ്കിലും കറുവപ്പട്ട വെള്ളം കുടിക്കാവുന്നതാണ്. ഗ്രാമ്പു വെള്ളവും കറുവപ്പട്ട വെള്ളവും ഭർത്താവിനും കൂടി കൊടുക്കുന്നത് സെമൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇവിടെ ഈ ഒരു കുട്ടി കമൻറ്റ് ഇട്ടപ്പോഴേക്കും ഭർത്താവിനും കൂടി കൊടുത്തു എന്ന് പറഞ്ഞു. ഗ്രാമ്പു വെള്ളം എംപ്റ്റി സ്റ്റമക്കിൽ ഭർത്താവിന് കൊടുക്കുന്നത് സെമൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ മോട്ടിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനും അതിൻ്റെ DNA സ്ട്രക്ചറൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സഹായിക്കുന്നു. സെമൻ്റെ DNA സ്ട്രക്ചറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് നിന്ന് പോകുന്നതിനോ ഗ്രോത്ത് നിന്ന് പോകുന്നതിനോ ഒക്കെ ഈ DNA സ്ട്രക്ചർ സ്പേമിന് വ്യത്യാസം വരുന്നത് കാരണമാകുന്നു. അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അടുത്തതായിട്ട് ഈ കുട്ടി പറഞ്ഞ ടിപ്പെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തത് നമ്മുടെ അനാറും ഓറഞ്ച്, ആപ്പിള്, അതുപോലെ റെഡ് ബനാന, ഇതെല്ലാമാണ് മെൻഷൻ ചെയ്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇതെല്ലാം നമ്മുടെ വീഡിയോസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. ഞാൻ അനാറിനെ പറ്റിയിട്ട്, അതായത് നമ്മുടെ മാതള നാരങ്ങയെ പറ്റിയിട്ടും അതുപോലെ ആപ്പിളിനെ പറ്റിയിട്ടും അതുപോലെ ഓറഞ്ചിനെയൊക്കെ പറ്റിയിട്ടും റെഡ് ബനാനയൊക്കെ പറ്റിയിട്ടും സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു സെമൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനും ഇക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് വരുന്നതിനും ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ഓവറോൾ ശരീരം മൊത്തത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നവയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾ ഓരോ ദിവസവും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അനാറൊക്കെ കഴിക്കുന്നത് അത്രത്തോളം ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അനാറിനൊപ്പം വെജിറ്റബിൾ ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ഉപയോഗിക്കാം. കാരണം അതെല്ലാം ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നവയാണ്. വില കൂടിയ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ പേരൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ മാതള നാരങ്ങയ്ക്ക് ആണെങ്കിലും അധികം വിലയുണ്ടെന്ന് തോന്നുന്നില്ല. ഓറഞ്ചിനാണെങ്കിലും ഒരുപാട് വിലയൊന്നുമില്ല. ഇപ്പോൾ അവോക്കാഡോവും കിവിയും ഒക്കെ കഴിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് അതൊന്നും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ആളുകളാണെങ്കിലും ഈ ലോ ബഡ്ജറ്റിൽ വരുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും നിങ്ങൾ കഴിക്കാം. ഒന്നും നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം ഒരു വാഴപ്പഴമെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലും ഒരുപാട് B വിറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഈ കുട്ടി വെജിറ്റബിൾസ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫിഷും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫിഷ് ചെറിയ ചെറിയ മത്സ്യങ്ങളായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ചിക്കൻ ആണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ കഴിച്ചു, ബീഫ് ആണെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റിയിൽ കഴിച്ചു എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില ആളുകൾ ചിക്കനും ബീഫും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ച് ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മൈൻഡ് റിലാക്സ് ആക്കി വെക്കാനായിട്ട് ശ്രമിച്ചു. മൈൻഡ് നമ്മുടെ റിലാക്സ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടില്ല. നിങ്ങൾ എത്രയധികം റേറ്റ് കൂടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് കടന്നു ചെന്നാലും നിങ്ങൾക്ക് മൈൻഡ് റിലാക്സ്ഡ് അല്ലെങ്കിൽ കാരണം ഇത്രയധികം എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, പോസിറ്റീവ് കിട്ടുമോ നെഗറ്റീവ് കിട്ടുമോ ഇങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിക്കുകയാണെങ്കിലും അതുപോലെ IUI ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊരു ബ്ലീഡിങ് വരുമ്പോൾ തന്നെ എനിക്ക് പീരിയഡ്സ് വരാനായിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ മുഖക്കുരു വരുന്നു പീരിയഡ്സ് വരാനായിട്ടാണ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു മൈൻഡിൽ നമുക്ക് ഒരിക്കലും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല. മൈൻഡ് നമ്മുടെ കൂടുതൽ ഡിസ്റ്റർബ് ആവുന്നതിനനുസരിച്ച് ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവുന്നതിന് ചാൻസസ് ഉണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ഓവുലേഷൻ നടക്കുന്ന സമയത്തും പ്രഗ്നൻസിയുടെ ത്രൂ ഔട്ട് ആ ഒരു ടൈം പീരീഡും നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് അല്ലാതെ മൂഡ് സ്വിങ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേയും കൂടി നമ്മളും കൂടി ഡിസ്റ്റർബ് ആക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മൈൻഡ് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം അത്രയധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ലക്ഷണങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് ഒരുപാട് ടെൻഷൻ ആകാതെ മാക്സിമം മൈൻഡ് ഫ്രീ ആയിട്ട് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഡേറ്റ് മിസ്സായി 5 ദിവസം കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് വേണം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. അതിലായിരിക്കും നിങ്ങൾക്ക് കൃത്യം റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര അഭിമാനം തോന്നിയിട്ടുള്ളൊരു സക്സസ് സ്റ്റോറി ആയിരുന്നു ഇത്. കാരണം നമുക്കൊരു സഹായം ഒരാൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചല്ലോ എന്ന് വിചാരിക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതുപോലെ നിങ്ങളും ഇതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷനും അല്ല ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ചിയ സീഡ്സ് ഉപയോഗിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കാനാണെങ്കിലും ഒരു ബ്രാൻഡ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് വേറൊരു തരത്തിലുള്ള ഒരു ബെനിഫിറ്റും ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ഓഫ് കോഴ്സ് നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് എമൗണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരുപാട് പേര് പറയുന്ന രീതിക്ക് ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഒന്നും അല്ല. കാരണം കുറച്ച് കാറ്റഗറി ആളുകൾ മാത്രമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. എല്ലാവരുടെയും വൈഡ് ആയിട്ടുള്ളൊരു ഓഡിയൻസിനെ നമുക്ക് ഒരിക്കലും ഈ ഒരു ടോപ്പിക്കിൽ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ അത് വെച്ചിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിനേക്കാളും ഏറ്റവും വലുതാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് എക്സ്ട്രീം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു എന്താ പറയുക ഒരു സമാധാനം തരുന്നൊരു കാര്യം. അതെനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ സക്സസ് സ്റ്റോറീസ് എല്ലാം ഇങ്ങനെ മുൻപോട്ട് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ മെയ് വരെ നമുക്ക് 2 മാസം കൂടി കഴിയണം ഇനി മെയ് എത്തണമെങ്കിൽ. മെയ് വരെയുള്ള സക്സസ് സ്റ്റോറീസ് എനിക്ക് ഫുള്ളായി. അത്രത്തോളം ആളുകൾ നമുക്ക് പറയുന്നുണ്ട്. അതാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ വന്ന് സക്സസ് സ്റ്റോറി പറയാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഓൾറെഡി നമ്മൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ റിപ്ലൈ കിട്ടാനായിട്ട് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു കോൺവെർസേഷൻ ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ട് എഴുതിയതിന് ശേഷം കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണ് ബ്ലീഡിങ് വരുന്നത്, അതിനെയാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് 2-ാം തീയതിയാണ് വരുന്നതെങ്കിൽ 1-ാം തീയതിയെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് 2-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ, അടുത്ത മാസം 2-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അതിന് നിങ്ങൾ എണ്ണി എടുത്തിട്ട് പറയുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ. ബ്ലീഡിങ് നടക്കുന്ന ദിവസം വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകൾക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ചെറുതായിട്ട് ബ്രൗൺ കളറിലെ ഡിസ്ചാർജ് ഒക്കെയുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ചോര പോയി തുടങ്ങുന്നത് ആ ദിവസത്തെ ഡേ 1 ആയിട്ട് എടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.